ഭാഗവതനെ ഇഷ്ടമായിട്ടുണ്ട് തിരുമേനിക്ക്. അതുകൊണ്ട് കുറച്ചു കാലം ഏതായാലും ഇവിടുന്ന് പോവില്ല. എഞ്ചിനീയർ ആവാൻ പഠിക്കുന്ന ഒരു കോളേജില്ലേ, എന്നാൽ അവിടെ പഠിച്ചോളൂ. ഏയ്, ഡോക്ടറും എഞ്ചിനീയറും ഒന്നും ആവണമെന്ന് മോഹമില്ല. ഏതെങ്കിലും കോളേജില് ലെക്ചറർ ആവണം, അതാ ശരിക്കുള്ള ആഗ്രഹം. അതിന് ഇനി എത്ര പഠിക്കണം? പ്രീ ഡിഗ്രി കഴിഞ്ഞ BA, പിന്നെ MA അല്ലെങ്കിൽ MSc. മോഹങ്ങൾ പറയുമ്പോ എന്തിനാ കുറയ്ക്കണത്, അല്ലേ? ഒക്കെ നടക്കുന്നേ, ഇത്രത്തോളം എത്തിയില്ലേ? നിനക്കെന്തൊക്കെയാ മോഹം? അത് വെറുതെ. ചിലതൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പൊ പറയില്ല. ഈശ്വര, നേരെ എത്രയൊക്കെ ആയി? ഏതോ പ്രാന്തം കോഴിയാ. അധികം കളിച്ചാലേ അത് ഈശ്വരന്മാർക്ക് ഇഷ്ടാവില്ല. വല്ലാത്ത നഖം, നീറണു, ചോര പൊടിഞ്ഞു. നീറട്ടെ, ഇനി കാണുന്നത് വരെ നിൽക്കണം വേദന, എന്നാലേ എന്നെ പറ്റി വിചാരം ഉണ്ടാവൂ. താൻ വന്നല്ലോ. അച്ഛന് ദണ്ഡം കുറച്ച് കലശലായിരിക്കും അത്രേ. പുറപ്പെടുകയായി. അപ്പോ തിരുമേനി എപ്പോഴാ മടക്കം? മടങ്ങില്ല. ഇനി പഠിക്കണം വെച്ചാ വല്ലരും ഇല്ലത്ത് വരുത്തി തപ്പിച്ച് പഠിക്കാം. കുളിമുറിയില് സോപ്പും പിന്നെ താക്കോല് 30-ാം തീയതി തന്നെ എഴുത്തച്ഛന് കൊടുത്തേക്കും. 30-ാം തീയതി വരെ വാടക കൊടുത്തിട്ടുണ്ട്. അത് മുതലാക്കണവരെ ഇവിടെ വന്നോളൂ, പിന്നെ താനിവിടെ മടങ്ങിക്കോളൂ. തിരുമേനി, അപ്പോ എന്റെ പഠിപ്പ് ഞാൻ എന്ത് ചെയ്യും? ശനിയുടെ അപഹാരം നേരത്തെ തുടങ്ങുന്ന ഞാൻ ഇരിക്കണ്ടായില്ല. എന്താ ഇങ്ങനെ വല്ലാണ്ടേ? തിരുമേനി പോയി. അതിനാണോ സങ്കടം? തിരുമേനി മടങ്ങില്ല. അപ്പോ ഞാനും തിരിച്ചു പോവാതെ വയ്യല്ലോ. കോളേജ് പഠിപ്പ് നിർത്തും. ആ നമ്പൂരിയുടെ വാക്ക് കേട്ട് ചാടി പുറപ്പെട്ടു. അല്ല, എന്നെ തന്നെ പറഞ്ഞാ മതി. പഠിപ്പ് നിർത്താണ്ട് ഇവിടെ എങ്ങനെയെങ്കിലും ഒക്കെ ആഹാരം കഴിക്കണ്ടേ, വല്ലൊരിക്കലും കിടക്കണ്ടേ, ഫീസ് കൊടുക്കണ്ടേ? വഴിച്ചെലവിനുള്ള കാശ് ഏതായാലും തിരുമേനിക്ക് തരാൻ തോന്നിയല്ലോ. 50 നാഴിക നടന്നോളാൻ പറഞ്ഞില്ലല്ലോ, അത് ഭാഗ്യം. നാട്ടിൽ പോയിട്ട് അടുക്കള പണി, പാടത്ത് പണി, ഒന്നും പറയാതെ പോകുന്നതിനുള്ള ശിക്ഷകളൊക്കെ ഒരുക്കൂട്ടി വെച്ചിണ്ടാവും അവിടെ. ഞാൻ താക്കോല് കൊടുത്തിട്ട് നാളെ തന്നെ പോകും. പോട്ടെ.
കാര്യം പറഞ്ഞു. വല്യമ്മ. എന്തിന്? പഠിക്കാൻ ബുദ്ധി ആഗ്രഹമുള്ളവർക്ക് അതിന് വഴിയില്ലാച്ച കഷ്ടാണേ. രാവിലെയും വൈകുന്നേരവും ഇവിടുന്ന് വാങ്ങി കഴിച്ചോളൂ, പഷ്ണി കിടക്കണ്ട. പിന്നെ ആ ഗോപാലൻ ഒരു കയ്യാളായി നിന്ന് വല്ലതുമൊക്കെ സഹായിക്കേണ്ടി വരും. ആ പത്തായപ്പരയിലെ മുറിയിൽ കിടന്നോളൂ. അവിടെ ഒരാൾ പെരുമാറ്റം ഉണ്ടായാലേ എലിയുടെ ശല്യം ഒന്ന് മാറി കിട്ടും. ആ പിന്നെ രാമു, കവിതയുടെ വാസനയുണ്ടെന്നല്ലേ പെണ്ണു പറഞ്ഞത്? നന്ന് കണ്ട പെൺകുട്ടികളുടെ കണ്ണും മൂക്കും മാത്രം വർണ്ണിച്ചാ പോരാ, വല്ല കീർത്തനങ്ങളോ സ്തോത്രങ്ങളോ ഒക്കെ എഴുതി ശീലിക്കുക. അപ്പോഴേ ബുദ്ധി നന്നാവും.